ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാവൽ വ്ളോഗൊന്നും വിളിക്കാനായിട്ട് പറ്റത്തില്ല. എന്ത് വിളിക്കാം, സൈക്കിളിലൊരു കുഞ്ഞു യാത്ര. നമ്മളിവിടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുറച്ച് മഞ്ഞ പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മഞ്ഞപ്പൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മളെ സൺഫ്ലവർ ഓയിൽ, കടുകെണ്ണ അങ്ങനത്തെ ഒരു കൃഷിയാണ് സംഭവം. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ പൂ വിരിഞ്ഞിരിക്കുന്ന സമയമാണ്. അപ്പോൾ കംപ്ലീറ്റ് ഒരു നമ്മുടെ നെൽപ്പാടത്ത് നെല്ല് അത് തന്നെ നെൽപ്പാടത്ത് നെല്ലൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കണതാണ്, നല്ല ഭംഗിയുണ്ടല്ലോ. സെയിം സാധനം, മഞ്ഞ ഫ്ലവറാണ് ഇതിൻ്റെ ഇങ്ങനെ പൂത്ത് നിൽക്കണ കാണാൻ, സൺഫ്ലവറൊക്കെ നിൽക്കുമ്പോഴത്തെ. അപ്പോൾ ആ സംഭവം നമ്മുടെ വീടിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും പോയി കുറച്ച് വീഡിയോസ് എടുക്കാമെന്ന് കരുതി. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് കരുതി. അപ്പോൾ അത് കാരണം അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും പോവാം. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റ്സ്, ഞാൻ സൈക്കിളിനാണ് പോകുന്നത്. സൈക്കിളിന് ഒരു 5 മിനിറ്റ്സ് ഉള്ളൂ, നടക്കാനാണെന്നുണ്ടെങ്കിൽ 15 മിനിറ്റ്സ് ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. അതിൻ്റെ വീഡിയോസാണ് കാണും. ഓൾറെഡി ഞാൻ അങ്ങോട്ട് പോകുന്ന ഒരു വീഡിയോ, മീൻസ് ആ ഒരു ഏരിയയിലേക്ക് പോകുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കുഞ്ഞൻ സൈക്കിൾ യാത്രയോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു സെയിം റൂട്ട് തന്നെയാണ്. അപ്പോൾ ഇവിടുന്ന് ഞാൻ പറഞ്ഞില്ല, നമ്മുടെ റെസിഡൻഷ്യൽ ഏരിയ ആണ്. അതിൻ്റെ ഒരു വാക്കിംഗ് സ്പേസാണ്. ആ സ്പേസിൽ കൂടെ പോകുമ്പോൾ ഒരു ചെറിയ കുഞ്ഞ് കാടൊക്കെ പോലെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ നടന്നങ്ങ് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നൊരു ഏരിയ ആണത്. അപ്പോൾ നല്ല കാറ്റ് നിങ്ങൾക്ക് കാണാമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം നല്ല കാര്യമാണ്. ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആ കുഞ്ഞൻ ക്യാമറ ഇല്ലേ, നമ്മുടെ Insta360 Go 3S എന്ന് പറയുന്ന ഒരു ക്യാമറയിൽ കൂടെയാണ് വീഡിയോ എടുക്കുന്നത്. നമ്മൾ ക്യാപ്പിൽ മൗണ്ട് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് വിഷ്വലി കിട്ടുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഏതായാലും ഇതൊരു പരീക്ഷണമായിട്ട് കണക്കാക്കാം നമുക്ക്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ റെസിഡൻഷ്യൽ ഏരിയ ആണ്. ആ ഒരു ഏരിയയിൽ കൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിവിടുന്ന് പുറത്തിറങ്ങി ഒരു ചെറിയൊരു വാക്കിംഗ് ഏരിയ ഉണ്ട് ഇവിടെ. ഇപ്പം നമ്മുടെ സമ്മർ തുടങ്ങി വരുന്ന ഒരു ടൈമാണ് കേട്ടോ. അത് കാരണം ഇപ്പോൾ നല്ല ഭംഗിയായിരുന്നു. നേരത്തെ നിങ്ങൾക്ക് വിഷ്വലിൽ കാണാമായിരിക്കും, ഈ മരങ്ങൾ മൊത്തം പൂത്തിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു നേരത്തെയൊക്കെ വരുന്ന സമയത്ത്. ഞാൻ നേരത്തെ നടക്കാനൊക്കെ വന്നിരുന്നു. ആ സമയത്ത് വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ളൊരു സെറ്റപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നല്ല അടിപൊളിയാണ്. സമ്മർ തുടങ്ങി ഈ ഒരു കാലാവസ്ഥ. ഇപ്പോൾ പൂത്ത് തീർന്നു പോയി ഓൾമോസ്റ്റ്. ഇതേണ്ട ഈ മരത്തിലൊക്കെ ഓൾമോസ്റ്റ് പോയി തുടങ്ങി. ഈ മരത്തിൽ ഇതേ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ട്. അടിപൊളിയായിരുന്നു ആ ഒരു ടൈം. നമുക്ക് ഫോട്ടോഷൂട്ടിനും അതേപോലെ പുറത്ത് നടക്കാനൊക്കെ ഇറങ്ങുകയാണെങ്കിലും നമുക്കൊരു പോസിറ്റീവ് വൈബും കാര്യങ്ങളൊക്കെ കിട്ടുന്ന തരത്തിലുള്ള ഒരു സംഭവം. അങ്ങനെ നമ്മൾ ആ ഒരു ഏരിയയിൽ നിന്ന്, ഇതും ഒരു വാക്കിംഗ് ഏരിയ ആണ്. അതേപോലെ ആൾക്കാർ രാവിലെ ജോഗിങ്ങിനും കാര്യങ്ങൾക്കും പട്ടീനെയൊക്കെ ആയിട്ട് നടക്കാനൊക്കെ വരുന്ന ഏരിയ. നമ്മളൊരു വേറൊരു റോട്ടിലിട്ട് വന്ന് കയറി കണ്ടോ. ഇതും ഇതേപോലെ തന്നെ വാക്കിങ്ങിന് വരുന്ന ഏരിയ ആണ്, നടക്കാനും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിട്ട്. ഈ മഞ്ഞപ്പൂ അല്ല കേട്ടോ, ഇതൊരു മഞ്ഞപ്പൂവാണ്. പക്ഷേ ഇത് ഇച്ചിരി വേറെന്തോ ഒരു സാധനമാണെന്നാണ് എനിക്ക് ആ പറഞ്ഞ സാധനമല്ല. പക്ഷെ നല്ല രസമുണ്ട് ഇത് കാണാൻ. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഞാൻ അടുത്തെത്തുമ്പോൾ നിർത്തി കാണിച്ചു തരാം. കണ്ട, ഇത് നമുക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ ആ ക്യാമറയിൽ കിട്ടിയെന്ന് വരില്ല, അതുകൊണ്ട് ഞാൻ ഫോണിൽ എടുക്കാം. ഇതുണ്ടോ, ഇത് നമുക്ക് ദൂരെ നിന്ന് നോക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ടച്ച് ചെയ്യാൻ നേരത്ത് ഇത് കംപ്ലീറ്റ് മുള്ളാണ്. കണ്ടോ, നോക്കിയും കണ്ടും തൊട്ടില്ല എന്നുണ്ടെങ്കിൽ പണിയാവും. കാണുമ്പോൾ നല്ല രസമാണെന്ന് കരുതി ഓടി വന്ന് കെട്ടിപ്പിടിക്കാനൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി എപ്പോൾ കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ ഇതല്ലാട്ടോ നമ്മൾ കാണാൻ പോകണം. നമുക്ക് ഇത്ര അടുത്തേക്ക് കയറാൻ പറ്റുമെന്ന് അറിയില്ല. പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ടിട്ട് ചെറിയൊരു ചടങ്ങുണ്ടാവും. അപ്പോൾ അത് കാരണം നമുക്ക് ശ്രമിക്കാം, പോയി നോക്കാം. കാടിൻ്റെ ഉള്ളിലോട്ട് കയറുകയാണ്. ഒരു ചെറിയൊരു ഫോറസ്റ്റ് വൈബില്ലേ, വൈബ് മാത്രമേ ഉള്ളൂ. അത് വൈബ് മാത്രമല്ല കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റണമെന്ന് എനിക്ക് അറിയില്ല. ഈ ക്യാമറയിൽ കൂടെ നോക്കുമ്പോൾ അവിടെ മഞ്ഞ വിരിഞ്ഞ് കിടക്കുന്നത് എന്ത് രസമല്ലേ കാണാൻ. ഇതിപ്പോൾ സമ്മർ ആയതുകൊണ്ടിട്ട് ഇതിൽ കൂടെ ഒക്കെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് സംസാരിച്ച് കൊണ്ടുണ്ടായി ആൾക്കാർ ഇരിക്കും പ്രാന്താന്ന്. അടിപൊളി, നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. കണ്ടോ, കംപ്ലീറ്റ് ഇങ്ങനെ വിരിഞ്ഞ് കിടക്കട്ടെ. എനിക്ക് തോന്നുന്നു ഏക്കറുകളോളം ഉണ്ട് ഈ കൃഷി. കംപ്ലീറ്റ് ഇങ്ങനെ പടർന്ന് കിടക്കുകയാണ്. അങ്ങ് ദൂരെ മുതൽ അങ്ങ് ദൂരെ വരെയുണ്ട്. ഏതായാലും നമുക്ക് കുറച്ചുകൂടി ആ ഒരു പോർഷനിലേക്ക് പോയി നോക്കാം. അവിടെയൊക്കെയുള്ള ആൾക്കാരൊക്കെ നടക്കുന്നുണ്ട്. കുറച്ച് അങ്ങ് ദൂരെയാണ്. അപ്പോൾ ഏതായാലും അവിടെ വരെ പോയി നോക്കാം.
ഇതൊക്കെ പിള്ളേരൊക്കെ നിൽപ്പുണ്ട് കേട്ടോ, എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അല്ലാ, ഒരു പറ്റം സൈക്കിൾ വരുന്നുണ്ടല്ലോ. സൂക്ഷിച്ച്. നമ്മുടെ സൈക്കിളിന് പിന്നെ ഇച്ചിരി ബ്രേക്കൊക്കെ കുറവുള്ള കാരണം ഒരുപാടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു സമ്മർ ആയതുകൊണ്ട് ആൾക്കാർ വാക്കിങ്ങിന് ഇറങ്ങിയതാണോ അത് സ്കൂൾ വിട്ട് വരുന്നതാണോ എന്ന് അറിയില്ല. അവിടെ ഒരു സ്കൂൾ വരുന്ന സെറ്റപ്പൊക്കെ ഉണ്ട് അവിടെ. അതായത് ഈ റൂട്ടിൽ പറമ്പ് പറിച്ച ആൾക്കാരെ ഏതായാലും. തേനീച്ചയോ ദൈവമേ, കടന്നൽ വലുതാണോ? എന്തോ ഒരു പ്രാണി ഇതിൽ കൂടെ കിടന്ന് കറങ്ങുന്നുണ്ട് കേട്ടോ. എന്തുകൊണ്ടാണെന്നൊരു ഐഡിയ ഇല്ല. സ്കൂൾ വിട്ട് വന്നാന്ന് കേട്ടോ. ഒത്തിരി പേരുണ്ട്, ഒത്തിരി എന്ന് വെച്ചാൽ ഒത്തിരി പേരുണ്ട്. ഞാൻ വിചാരിച്ച പോലെ ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ തോന്നുന്നു ആ ഒരു ഭംഗിയുണ്ടോ? ഒരു മഞ്ഞ സ്കൈ ബ്ലൂ ആകാശം, അതിൻ്റെ ഇടയിൽ വേറൊരു പച്ചപ്പ്. അത് ഒത്തിരി ഉണ്ട് കേട്ടോ. ഇത് ഞാൻ പറയില്ല, നമ്മുടെ നാട്ടിലെ കടുകണ്ണയൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണെന്നുണ്ട് കൃഷിയൊക്കെ ചെയ്യണം. കടുകണ്ണയാണെന്ന് തോന്നുന്നു, ചിലപ്പോൾ ഒരു തരത്തിലുള്ള കടുകണ്ണ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് കാണാമെന്ന് കരുതി വന്നതാണ്. നമ്മുടെ വീട്ടിൽ തൊട്ടടുത്ത് തന്നെയാണ്, ഞാൻ പറയില്ലേ, സൈക്കിള്. ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു വരമ്പത്താണ്. ഇതുണ്ടോ വരമ്പത്ത്? അവിടെ ഈ കൃഷി. ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. അതൊരു സ്കൂള് പോലത്തെ എന്തോ ആണെന്ന് തോന്നുന്നു. കാരണം കുറേ പിള്ളേർ ഇതിൽ കൂടെ പോകണുണ്ട്. നമുക്ക് നടക്കാനാണെന്നുണ്ടെങ്കിൽ അങ്ങ് പോകട്ടെ. നടന്ന് ഒത്തിരി ദൂരം ഉണ്ട് അങ്ങോട്ടേക്ക്. നടക്കാനാണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ അങ്ങോട്ടേക്ക് പോവാം. അങ്ങോട്ടേക്കും ഉണ്ട്, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് വഴിയുണ്ട്. നമ്മൾ വന്നത് അവിടെ നിന്നാണ്. അവിടെ പിള്ളേർ വളർന്നു പോകണം, നമുക്ക് കാണാൻ പറ്റും. അടിപൊളി വ്യൂ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് വീഡിയോസ് നമുക്ക് കിട്ടുമെന്ന് നോക്കാം. പിന്നെ നിങ്ങൾക്ക് കാണാവുന്ന രീതിയിൽ ഒരു പ്രാണിയുടെ അയ്യൊരു കളിയാണ് ഇവിടെ. എന്ത് പ്രാണിയാതൊരു ഐഡിയ ഇല്ല. കാരണം ഇത് ഫുള്ളുണ്ട്. കണ്ടിട്ട് കടന്നലൊക്കെ പോലെ ഇരിക്കുന്നു. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഈ ഒരു ഫീൽഡിൽ എന്തെങ്കിലും വന്നിരിക്കുന്നതായിരിക്കണം. നമ്മുടെ തുമ്പിയൊക്കെ പോലെ ഇരിക്കണം. പക്ഷേ കണ്ടിട്ട് ആക്രമണകാരിയാണോ അറിയില്ല. ഏതായാലും നമുക്ക് വീഡിയോ എടുത്ത് നോക്കാം. കയ്യിലൊക്കെ ഒന്ന് ഓട്ടി വന്ന് ഇടിക്കുന്നുണ്ട്. കയ്യിൽ തലയിലൊക്കെ വന്ന് ഇടിക്കുന്നുണ്ട്. പക്ഷേ പണിയാവോ? ഏതായാലും വീഡിയോ എടുത്തിട്ട് നമുക്ക് സ്കൂട്ടാവാട്ടാ. കാരണം ഇത് എൻ്റെ ചുറ്റിൻ്റെ കൂടിയേക്കണേന്ന് കൊണ്ടിട്ടുക. ഇവിടെ അപ്പുറത്തേക്ക് ഉണ്ട് കേട്ടോ, വന്ന വഴിയിലൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും നമുക്ക് പെട്ടെന്ന് വീഡിയോ എടുത്ത് പെട്ടെന്ന് നമുക്ക് സ്കൂട്ടാവാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഡ്രോൺ വെച്ചിട്ട് കുറച്ച് വീഡിയോസും വിശ്വസിക്കുന്നുണ്ട്. അത് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടെന്നോ അല്ലെങ്കിൽ എത്രത്തോളം മികച്ചതാണെന്നൊന്നും അറിയില്ല. ഏതായാലും ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഒരു രക്ഷയില്ല. തണുപ്പുണ്ട്, കാറ്റുണ്ട്, പിന്നെന്താ ഞാൻ പറഞ്ഞില്ല, ഈ പ്രാണിയുടെ വൻ ശല്യമാണ്. ഒരു രക്ഷയില്ല. മേത്തേക്ക് വന്ന് അടിച്ച് കയറുക. എന്ത് പണ്ടാറാണോ? വീട്ടിൽ ചെല്ലുമ്പോൾ ഇനി ചൊറിച്ചിലോ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് പഠിച്ചോനിക്കറിയാം. അപ്പോൾ ഏതായാലും ഇനി ഒത്തിരി നേരം ഇവിടെ നിന്ന് ഈ പ്രാണിയുടെ കടി കൊള്ളാൻ ഞാൻ നിൽക്കുന്നില്ല. അപ്പോൾ സംഭവം കിട്ടിയ സംഭവങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഏതായാലും ഇവിടുന്ന് സ്കൂട്ടാവാനുള്ള പരിപാടിയാണ്. സംഭവം രസമുണ്ട് കേട്ടോ, കാണാനായിട്ട് നല്ല രസമല്ലേ കാണാൻ. പക്ഷെ ഇവിടെ നിന്ന് നിൽക്കാൻ പറ്റില്ല, അങ്ങനൊരു കുഴപ്പമുണ്ട്. ഇവിടെ അത് അങ്ങനെയാണ്. ഇപ്പോൾ നമ്മുടെ മദറിലോ വന്നപ്പോൾ നല്ല ഭംഗിയുള്ള രാജ്യം, പക്ഷെ ആസ്വദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ലേ. നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്, പക്ഷെ ഇവിടെ നിന്ന് ആസ്വദിക്കാനായിട്ട് ഒത്തിരി നമുക്ക് പറ്റിയെന്ന് വരില്ല. ആസ്വദിച്ചാലും ഇല്ല ഉണ്ടാവും. അപ്പോൾ യാത്രയ്ക്കല്ലേ. വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ കുറച്ച് ഫോട്ടോസോ അല്ലെങ്കിൽ വീഡിയോസൊക്കെ എടുക്കുമായിരുന്നു. പക്ഷേ ആരുമില്ലാത്ത സാഹചര്യത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതെന്താണ് എന്നുള്ളത് എക്സാക്ട്ലി വേണമെങ്കിൽ ഞാൻ ഗൂഗിൾ ചെയ്തിട്ട് ഞാൻ കറക്റ്റ് ഡീറ്റെയിൽ ഞാൻ അത് ഡിസ്ക്രിപ്ഷനിലോ എന്തെങ്കിലും കൊടുക്കാം. ഇതെന്ത് കൃഷിയാണെന്ന് പറയുന്നത് കൃഷിയാണ് ഏതായാലും, അല്ലാതെ അങ്ങനെ വളർന്നു വന്നിരിക്കുന്ന സെറ്റപ്പല്ല. സംഭവം ഏതായാലും കൃഷിയാണ്. ഒരുപാട് സ്ഥലത്തുണ്ട്. യൂട്യൂബിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ സംഭവം കാണാം. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളപ്പോൾ നമ്മൾ വെറുതെ കളയേണ്ട കാര്യമില്ലല്ലോ ആ ഒരു എക്സ്പീരിയൻസ്. അതിന് വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. ഞാൻ കുറച്ച് ദിവസമായിരുന്നു ഓട്ടോ ഇട്ട് വെച്ചിട്ട് ഇന്നാണ് ഓഫ് കിട്ടിയത്. അപ്പോൾ ഇതേപോലെ മറ്റൊരു കണ്ടൻറ്റുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.